ഇനി പുത്തൻപുലരി പോകുന്നത് കോഴിക്കോടേക്കാണ്. വളരെ നിർണായകമായ അപ്ഡേറ്റ് ആണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഡൽഹി ഭീകരാക്രമണത്തിന് പിന്നാലെ അൽഫല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കേരളത്തിലേക്കും നീളുകയാണ്. അൽഫല എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ദേശീയ അന്വേഷണ ഏജൻസി വിവരങ്ങൾ ശേഖരിക്കുന്നത്, അന്വേഷണം വ്യാപകമാക്കുന്നത്. കേന്ദ്ര ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിച്ച് തുടങ്ങിയിരിക്കുന്നു. വിവരങ്ങളുമായി രമ്യ ദാസ് ചേരുകയാണ്. രമ്യ, വളരെ നിർണായകമായ ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഈ അൽഫല കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് അന്വേഷണം, ഒപ്പം മലബാറിലേക്ക് അന്വേഷണം നീളുന്നു എന്നുള്ളതാണ്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? രാഖി, തീർച്ചയായും വളരെ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ്. ഈ ഡൽഹി സ്ഫോടന പരമ്പരയ്ക്ക് ശേഷമാണ്, ഡൽഹി സ്ഫോടനത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ അൽഫല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ കേരളത്തിലേക്ക് ഉൾപ്പെടെ നീളുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. വളരെ നിർണായകമായ ഒരു വാർത്ത തന്നെയാണ് ഇത്. ഈ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ, അതായത് അൽഫല എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ കേരളത്തിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മലബാർ ഏരിയകളിൽ തന്നെ ഇത്തരത്തിൽ നിരവധി എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ അൽഫല എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ പേരിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കേരളത്തിലുടനീളമുണ്ട്. തിരുവനന്തപുരം, അതുപോലെ തന്നെ പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലെല്ലാം ഇത്തരത്തിൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണമാണ്. കാരണം ഇവർക്ക് എവിടുന്നാണ് ഇത്തരത്തിൽ സാമ്പത്തികമായ സോഴ്സ് ഉള്ളത്, ഇവരുടെ പ്രവർത്തന രീതി എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ദേശീയ ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസി ശേഖരിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഈ സ്കൂളുകളും അതുപോലെ തന്നെ കോളേജുകളുമാണ് ഇവരുടെ പ്രധാന ഈ ട്രസ്റ്റിന് കീഴിൽ വരുന്ന സ്ഥാപനങ്ങളുള്ളത്. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെയുണ്ട്, മലബാർ ഏരിയകൾ പ്രധാനമായും ഉണ്ട്. മറ്റുള്ള തെക്കൻ ജില്ലകളിലേക്കും ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ ഈ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെ പറ്റിയുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ, അതായത് ഇവരുടെ പ്രവർത്തന രീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ഏജൻസി അന്വേഷിച്ചു വരുന്നത്. ഈ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ മറയാക്കി ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് കൂടുതലായും ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. കാരണം ഡൽഹിയിലെ സ്ഫോടനം നമുക്കറിയാം, നിരവധി പേരാണ് ഈ ഒരു സ്ഫോടനത്തിൽ മരിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കിടയിൽ തന്നെ ഇതൊരു ഭീകരപ്രവർത്തനത്തിന്റെ മറയായിട്ടാണോ ഇത്തരത്തിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇവിടുത്തെ പ്രവർത്തന രീതി തുടങ്ങിയ കാര്യങ്ങളാണ്. കാരണം ഈ ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായപ്പോൾ ഇതിൽ പ്രവർത്തിച്ച ഒരു ഡോക്ടർ പഠിച്ചത് ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയിലായിരുന്നു. എന്നാൽ ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് നാക്കിന്റെ അംഗീകാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കണ്ടെത്തിയിരുന്ന റിപ്പോർട്ടുകളാണ്. അപ്പോൾ ഇത്തരം വിദ്യാർത്ഥികളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ അവർ റിക്രൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ കൂടുതൽ ആകർഷകമായ ഓഫറുകളെല്ലാം നൽകി ഇത്തരം വ്യാജ ഓഫറുകളൊക്കെ നൽകിയാണോ ഇത്തരത്തിൽ കുട്ടികളെ ആകർഷിക്കുന്നത്? എന്താണ് ഇവരുടെ പ്രവർത്തന രീതി? എന്തൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്? ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയധികം സാമ്പത്തിക സ്രോതസ്സുകൾ വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. കൂടാതെ തന്നെ തുർക്കി അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവർക്ക് സാമ്പത്തിക സഹായം, കാരണം പുറമേ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇത്തരത്തിൽ ഈ അൽഫല യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു എഡ്യൂക്കേഷൻ ട്രസ്റ്റിന് സാമ്പത്തിക സഹായം കിട്ടുന്നത് എന്നുൾപ്പെടെയുള്ള വലിയ വിപുലമായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു വരുന്നത്. ഇതെല്ലാം ഈ ഡൽഹി സ്ഫോടന പരമ്പരയുടെ പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ട്രസ്റ്റുകളിലേക്കുള്ള അന്വേഷണവും ദേശീയ അന്വേഷണ ഏജൻസി വ്യാപിക്കുന്നത്. രാഖി.